ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസ് ലോർഡ്. നമുക്ക് നമ്മുടെ കർത്താവിനെ ഉയർത്താം. ഹല്ലേലൂയ. നല്ല ദൈവമേ, നന്മ ചെയ്യും കർത്താവേ, അവിടുത്തെ പ്രാണനേകിയതാ നിത്യജീവന്റെ സമൃദ്ധിയാൽ നിറച്ചതാ തുള്ളിച്ചാടി പാടിയിടുമേ. നിത്യജീവന്റെ സമൃദ്ധിയാൽ നിറച്ചതാ തുള്ളിച്ചാടി പാടിയിടുമേ. എന്നാളും ആത്മനാഥനെ വാഴ്ത്തിയിടുമേ, എന്നാളും ആത്മനാഥനെ വാഴ്ത്തിയിടുമേ. ആരും തുറക്കാത്ത വഴികളെ തുറന്നിടും, ആരും നടക്കാത്ത വഴികളിൽ നടത്തിടും, ആരും തുറക്കാത്ത വാതിലുകളെ തുറന്നിടും, ആരും നടക്കാത്ത വഴികളിൽ നടത്തിടും. ആരും സഹായിപ്പാനില്ലാതിരുന്നപ്പോൾ ആരും വേണ്ടെനിക്കെൻ്റെ യേശു മാത്രം മതിയേ. ആരും സഹായിപ്പാനില്ലാതിരുന്നപ്പോൾ ആരും വേണ്ടെനിക്കെൻ്റെ യേശു മാത്രം മതിയേ. നല്ല ദൈവമേ, നന്മ ചെയ്യും കർത്താവേ, അവിടുത്തെ പ്രാണനേകിയതാ നിത്യജീവന്റെ സമൃദ്ധിയാൽ നിറച്ചതാ തുള്ളിച്ചാടി പാടിയിടുമേ. എന്നാളും ആത്മനാഥനെ വാഴ്ത്തിയിടുമേ, എന്നാളും ആത്മനാഥനെ വാഴ്ത്തിയിടുമേ. ആകാശത്തിൻ സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങളും അഴിയതിൻ ഗുപ്ത നിക്ഷേപങ്ങളൊക്കെ അത്ഭുതകരമായി സൃഷ്ടിച്ച നാഥനെ, അതിശയകരമായി എന്നെ നിർമ്മിച്ച യേശുവേ. അത്ഭുതകരമായി സൃഷ്ടിച്ച നാഥനെ, അതിശയകരമായി എന്നെ നിർമ്മിച്ച യേശുവേ. നല്ല നാഥനെ, നന്മ ചെയ്യും കർത്താവേ, അവിടുത്തെ പ്രാണനേകിയതാ നിത്യജീവന്റെ സമൃദ്ധിയാൽ നിറച്ചതാ തുള്ളിച്ചാടി പാടിയിടുമേ. എന്നാളും ആത്മനാഥനെ വാഴ്ത്തിയിടുമേ, എന്നാളും ആത്മനാഥനെ വാഴ്ത്തിയിടുമേ. ആനന്ദത്താലങ്ങേ സാക്ഷിക്കുവാനായി ആശ്വാസത്തിൻ സത്യസുവിശേഷവുമായി, ആനന്ദത്താലങ്ങേ സാക്ഷിക്കുവാനായി ആശ്വാസത്തിൻ സത്യസുവിശേഷവുമായി, ആർക്കും കടന്നു വരുവാൻ കഴിയാത്തിടത്തും ആത്മനാഥനേശുവന്റെ കൂടെ വസിക്കും. നല്ല ദൈവമേ, നന്മ ചെയ്യും കർത്താവേ, അവിടുത്തെ പ്രാണനേകിയതാ നിത്യജീവന്റെ സമൃദ്ധിയാൽ നിറച്ചതാ തുള്ളിച്ചാടി പാടിയിടുമേ. എന്നാളും ആത്മനാഥനെ വാഴ്ത്തിയിടുമേ, എന്നാളും ആത്മനാഥനെ വാഴ്ത്തിയിടുമേ, എന്നാളും ആത്മനാഥനെ വാഴ്ത്തിയിടുമേ. എന്തോ നല്ല ദൈവമേ, നന്മ ചെയ്യും കർത്താവേ, അവിടുത്തെ പ്രാണനേകിയതാൽ. എന്തുകൊണ്ടാണ് നമ്മൾ പാടുന്നത്? നിത്യജീവൻ്റെ സമൃദ്ധിയാൽ നമ്മെ നിറച്ചതാൽ തുള്ളിച്ചാടി പാടിയിടുന്നു അല്ലേ. എന്നാളും നമുക്ക് ആഴ്ത്തി സ്തുതിക്കാൻ മതിയായ ഒരു കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. ഓക്കെ, നമുക്കറിയാം, നമ്മുടെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ കർത്താവിനെ കാണും. സൈന്യങ്ങളുടെ യഹോവ എന്ന് പറയുമ്പോൾ ഒത്തിരി കോടാനുകൂടി സൈന്യങ്ങൾ സ്വർഗത്തിലുണ്ട്. ഭയങ്കര ശക്തിയുള്ള സൈന്യങ്ങളുണ്ട്. സാറാഫുകൾ, ജീവികൾ, മൂപ്പന്മാരൊക്കെയുണ്ട്. പിന്നെ നമ്മൾ വിശുദ്ധന്മാരുടെ കൂട്ടം, വലിയൊരു ഗണം അവിടെയുണ്ട്. എന്നാൽ നമുക്ക് നമ്മളെ കർത്താവിനെ കാണുമ്പോഴുള്ള പ്രത്യേകത ആർക്കും കാണാത്തൊരു പ്രത്യേകതയാണ് നമ്മുടെ കർത്താവിന്. എന്താ? കയ്യിലും കാലിലൊക്കെയും ലാപ്പുറവും ഒക്കെ ആർക്കാ ഉള്ളത്? നമ്മുടെ അർക്കപ്പെട്ട കുഞ്ഞാടായ യേശു കർത്താവിന്.
സ്വർഗത്തിൽ നമുക്ക് അതെന്തിനാ നമുക്ക് പ്രാണനേകിയതുകൊണ്ടാണ് കർത്താവ് ആ ആണിപ്പഴുതൊക്കെ നമുക്ക് ജീവനേകുവാനായിട്ടാണ് കർത്താവ് അങ്ങനെ ആയിത്തീർന്നത്. അപ്പം നമുക്ക് ഈ ഭൂമിയിലും മാത്രമല്ല സ്വർഗത്തിലും നമുക്ക് സ്തുതിക്കാൻ ആ കർത്താവിൻ്റെ സ്നേഹത്തെ ഓർക്കാനായിട്ട് ധാരാളം നമ്മൾ ഈ ഭൂമിയിൽ വസിക്കുമ്പോഴും നമ്മുടെ കർത്താവിനെ എപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. മാത്രമല്ല ഒരു ഭക്തൻ പാടിയതെങ്ങനെയാണ്, ഒടുവിലൊരിക്കൽ അരികിലാണായും ഞാൻ അവിടെയും പാടും നിന്നതിശയ സ്നേഹത്തെ യേശുനാഥൻ സ്നേഹം. അതെ, അപ്പം നമ്മൾ ഇന്ന് പാടിയ പാട്ട് അല്ലേ, ആരും തുറക്കാത്ത വാതിലുകളെ തുറന്നിടുന്ന ദൈവം, ആരും നടക്കാത്ത വഴികൾ നമ്മൾ നടത്തിയിടുന്നൊരു ദൈവം, ആരും സഹായിപ്പാൻ ഇല്ലാതിരുന്നപ്പോഴും ആരും നമ്മളെ കൂടെ ഇല്ലാതിരുന്നപ്പോഴും നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആരാ? യേശു കർത്താവ് മാത്രം. അപ്പോൾ ഇനിയും നമുക്ക് ആ കർത്താവിനെ മഹത്വപ്പെടുത്തി മുമ്പോട്ട് പോവുക എന്നുള്ളത് ഒരു ഗാനമാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അല്ലേ. എബ്രായർ 13:5 നമ്മളിത് പഠിക്കാൻ പോകുന്നത്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല. നമുക്ക് വാക്യം ഒന്നുകൂടെ പറയാം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല. എബ്രായർ 13:5. ഒരു ചെറിയ ആട്ടിടെ ചെറുക്കൻ നാം ഇന്ന് പഠിച്ച വാക്യം പഠിച്ചു. അവൻ തൻ്റെ വിരലുകൾ ഉപയോഗിച്ചാണ് മനഃപ്പാഠമാക്കിയത്. ഞാൻ എന്ന് പറയുന്നത് അതായത് ദൈവമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്ന് പറയുമ്പോൾ തള്ളവിരലാണ് അവൻ ഉയർത്തിയത്. പിന്നെ നിന്നേന്ന് അടുത്ത വിരൽ, അങ്ങനെ 5 വിരൽ. ഓക്കെ. ഒരു നാൾ ഈ ആട്ടിടെ ചെറുക്കൻ മരിച്ചുപോയി. സുഖമില്ലാതെ മരിച്ചുപോയി. എന്നാൽ ഈ ആട്ടിടെ ചെറുക്കന് ഈ വാക്യം പഠിപ്പിച്ച ആളും ആ ബാലൻ്റെ ശവശരീരം കാണാൻ വന്നു. അപ്പോൾ താൻ കണ്ട ഒരു കാര്യം, ആ ആട്ടിടയൻ തൻ്റെ തള്ളവിരൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മരിച്ചു കിടക്കുന്നത്. മരണത്തിലും ദൈവം തന്നെ കൈവിടില്ല എന്നവൻ അറിയാമായിരുന്നു. കർത്താവിൽ ആയിട്ടുള്ള ഓരോ ദൈവ പൈതലിനോടും ആൻറ്റി പറയട്ടെ, ദൈവം നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന ഉറപ്പ് നിനക്ക് എപ്പോഴും ഉണ്ടാവും. എന്നാൽ കർത്താവിനറിയാത്ത കുട്ടികളോട് ഞാൻ പറയട്ടെ, ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകും എന്ന ഉറപ്പ് നിനക്ക് ലഭിക്കത്തില്ല. കാരണം ആ കർത്താവ് നിൻ്റെ ഉള്ളിൽ വസിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ദൈവ പൈതലായി തീരുക. God bless you.